അയോധ്യയിലെ രാമക്ഷേത്ര പ്രതിഷ്ഠാ ചടങ്ങിൽ തങ്ങളുടെ ഉന്നത നേതാക്കൾ പങ്കെടുക്കില്ലെന്ന പ്രഖ്യാപനത്തിന് പിന്നാലെ ബി.ജെ.പിയും കോൺഗ്രസും തമ്മിലുള്ള വാക്പോര് ശക്തമാവുകയാണ്. മല്ലികാർജ്ജുൻ ഖാർഗെ, സോണിയാഗാന്ധി, അധീർ രഞ്ജൻ ചൗധരി എന്നിവർ അയോധ്യയിലെ രാമക്ഷേത്ര ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കില്ലെന്ന് അറിയിച്ചതിന് പിന്നാലെയാണ് കോൺഗ്രസിനെതിരെ രൂക്ഷ വിമർശനവുമായി ബി.ജെ.പി രംഗത്തെത്തിയിരിക്കുന്നത്. കോൺഗ്രസിനെ രാമവിരുദ്ധർ എന്നാണ് ബി.ജെ.പി വിളിച്ചത്. ചടങ്ങിനെ ആർ.എസ്.എസ് ബി.ജെ.പി പരിപാടിയെന്നാണ് കോൺഗ്രസ് വിശേഷിപ്പിച്ചത്. ആർ.എസ്.എസും ബി.ജെ.പിയും ചേർന്ന അയോധ്യയിലെ ക്ഷേത്രത്തെ ഒരു രാഷ്ട്രീയ പദ്ധതിയാക്കി മാറ്റിയിരിക്കുകയാണെന്നാണ് കോൺഗ്രസ് ആരോപിക്കുന്നത്. പാർട്ടിയുടെ നിലപാടുകളും സഖ്യകക്ഷികളും ഹിന്ദുക്കളെയും സനാതനധർമ്മത്തെയും പതിവായി അവഹേളിക്കുകയാണെന്ന് ബി.ജെ.പി കോൺഗ്രസിനെതിരെ ആഞ്ഞടിച്ചു. ബി.ജെ.പിയുടെ കടുത്ത വിമർശനത്തിന് തൊട്ടു പിന്നാലെ അയോധ്യയിലെ രാമക്ഷേത്ര ചടങ്ങിൽ പങ്കെടുക്കേണ്ടതില്ലെന്ന കോൺഗ്രസ് ഹൈക്കമാൻഡ് തീരുമാനത്തെ കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ വ്യാഴാഴ്ച അംഗീകരിക്കുകയായിരുന്നു. രാമക്ഷേത്രം രാഷ്ട്രീയത്തിനായി ദുരുപയോഗം ചെയ്തതിൽ പ്രതിഷേധിച്ച് 4 ശങ്കരാചാര്യന്മാർ ക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠാ ചടങ്ങ് ബഹിഷ്കരിച്ചതായി റിപ്പോർട്ടുണ്ടെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടിയിരുന്നു. കർണാടക മുഖ്യമന്ത്രിയുടെ പരാമർശത്തോട് മറ്റ് ബി.ജെ.പി നേതാക്കളും പ്രതികരിച്ചതോടെ സിദ്ധരാമയ്യയുടെ പരാമർശം വാക്പോരിന് കാരണമാവുകയായിരുന്നു. ഡി.കെ. ശിവകുമാറിനെ വെട്ടിലാക്കാൻ സിദ്ധരാമയ്യ ചിലരെ പ്രേരിപ്പിക്കുകയാണെന്നും ഇത് അദ്ദേഹത്തിന്റെ ഗെയിം പ്ലാനാണെന്നും കേന്ദ്രമന്ത്രി പ്രഹ്ലാദ് ജോഷി പറഞ്ഞു. റിപ്പബ്ലിക് ദിന പരേഡിൽ കർണാടകയുടെ അവസരം നിഷേധിച്ചതും വാക്പോരിന് കാരണമായിട്ടുണ്ട്. ബി.ജെ.പി സർക്കാരിന്റെ ഭരണകാലത്താണ് ഇത് നിരസിക്കപ്പെട്ടതെന്നും അവർ പറഞ്ഞു. രാമജന്മഭൂമിയെ തുടക്കം മുതൽ തന്നെ കോൺഗ്രസ് എതിർത്തിരുന്നുവെന്നും ഇതിന് സാധ്യമായ എല്ലാ തടസ്സങ്ങളും അവർ സൃഷ്ടിച്ചതായും ബി.ജെ.പി എം.പി ഹർനാഥ് സിംഗ് യാദവ് പറഞ്ഞു. ജനുവരി 22 നടക്കുന്ന അയോധ്യയിലെ രാമക്ഷേത്ര ഉദ്ഘാടനത്തിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ്, സെലിബ്രിറ്റികൾ, വ്യവസായികൾ തുടങ്ങി 6000-ലധികം ആളുകൾ പങ്കെടുക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്.